ഇന്ന് മിക്കിയുടെ ലാസ്റ്റത്തെ ആൻറ്റിബയോട്ടിക് എടുക്കാൻ വേണ്ടിയിട്ട് പോവുക കേട്ടോ നമ്മളിപ്പം മിക്കി നല്ല രീതിയിൽ ഓക്കെ ആയിട്ടുണ്ട്, ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ എന്തായാലും പ്രാർത്ഥിച്ചതിന് എല്ലാം ഫലം കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചെയിൻ എടുക്കുമ്പോഴേ ഭയങ്കര സന്തോഷമാണ്. ടാറ്റ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോഴേ ഓടി ഗേറ്റിൻ്റെ വെളിയിൽ വരും വണ്ടിയിൽ കയറാനായിട്ട്. അപ്പം നമ്മളിവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ പുറത്ത് 2 പട്ടി കിടപ്പുണ്ടായിരുന്നു, അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കൊണ്ടുപോകുമായിരുന്നു കേട്ടോ. അപ്പം കാണാനൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാനായിട്ട് അവൾക്ക് പേടിയാണ്, അതുകൊണ്ട് ആദ്യം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ക്യാപ്പൊക്കെ ഇടാൻ വേണ്ടി കൊണ്ടിരുത്തി കേട്ടോ ടേബിളിൽ. അപ്പോൾ ഇപ്പോൾ ഇയാൾക്ക് അറിയാം ടാറ്റ വരാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും കൊണ്ടുവരുന്ന ഇങ്ങോട്ടാണ് നല്ലതുപോലെ അറിയാം കേട്ടോ. അപ്പം വരുമ്പോഴേ ഭയങ്കര ടെൻഷനും വെപ്രാളവും ഒക്കെയാണ്. ഇപ്പം കുറച്ച് ദിവസമൊക്കെ നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിനൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് കുറച്ച് 3-4 കുത്തൊക്കെ കൂടുതൽ കുത്തേണ്ടി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനും വെപ്രാളവും കരച്ചിലും ഒക്കെ ആയതുകൊണ്ട് ഇപ്പം അങ്ങനെ ഇരുന്ന് തരത്തില്ല കേട്ടോ. നമ്മൾ മാക്സിമം നോക്കുവാണ്. ആൾക്കിപ്പം നല്ലതുപോലെ അറിയാം ഇപ്പം വരുമെന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പേടിയൊക്കെ കൊണ്ടാണ് ഇങ്ങനെ കയറി നിൽക്കുന്നത്. 1-2 തവണ ഡോക്ടർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയപ്പോഴേ ഇങ്ങനെ പേടിയോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ താന്നിരിക്കത്തില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ 3-4 ദിവസത്തിന് മുന്നേ ഒക്കെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമുക്ക് വെയിൻ കിട്ടാൻ ഒരുപാട് തവണ മാറ്റിയൊക്കെ കുത്തേണ്ടി വന്ന്. അപ്പോൾ കുഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ആൾക്ക് നല്ല പേടിയാണ്. എന്തായാലും ഇന്നിപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് ഞാനും അങ്ങ് സമാധാനപ്പെടുത്തി കൊടുത്തുകൊണ്ട് നിൽക്കുക കേട്ടോ. ഇനി കൊണ്ടുവരത്തില്ല, ഇന്ന് ലാസ്റ്റാണ്, ഇനി നമ്മൾ ഇങ്ങോട്ട് വരുത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ ഞാൻ നിൽക്കുന്നത്. എന്നാലും അവളിങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ചാടി എൻ്റെ മുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാപ്പ് ഇട്ട് പിടിച്ചിരിക്കുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് പേടിയായതുകൊണ്ടേ കടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരുവിധം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് കിടത്തിയിട്ട് ഞാനിങ്ങനെ തടവി തട്ടിയൊക്കെ കൊടുത്ത് സമാധാനപ്പെടുത്തി നിർത്തും കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഡോക്ടർ വന്ന് എന്തായാലും നമുക്ക് ട്രിപ്പും കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. അതാണ് ഇത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ടത്. ഒരു ഇഞ്ചക്ഷൻ മാത്രമായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ് പോകുമായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ കുത്തിയിട്ടുണ്ട്. ആൾ വലിയ അനക്കമൊന്നും ഇല്ലാതെ ഇരുന്ന് കേട്ടോ. ഇടയ്ക്ക് വെച്ച് ഒന്ന് ജസ്റ്റ് വീണ്ടും അനങ്ങിയപ്പോഴത്തേക്ക് അത് മാറിപ്പോയി. അങ്ങനെ വീണ്ടും മാറ്റി കുത്താനായിട്ട് കുറച്ച് ശ്രമിച്ച് നോക്കി കേട്ടോ. എന്നിട്ട് ഒന്നും നടക്കുന്നില്ല. അപ്പോഴത്തേക്ക് ആൾ കരച്ചിലൊക്കെ ആയി. പിന്നെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് തട്ടിയൊക്കെ കൊടുത്തിരുത്തിയിരുന്നു കേട്ടോ. അത് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് കിടത്തിയിട്ട് അപ്പുറത്തെ വേനിൽ നോക്കേണ്ടി വന്ന്. എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ, ഇത് ലാസ്റ്റ് ട്രിപ്പാണല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ആൾ നല്ല അങ്ങ് തളർന്ന് ഒരുമാതിരി ആയിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും സന്തോഷമായി, ഇത് ലാസ്റ്റ് ട്രിപ്പോട് കൂടി ഇനി ഇങ്ങനെ ഒന്നും വരല്ലേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആദ്യമോൾ അവന് വീശിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൊതുവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിക്കി ഇപ്പം നല്ല രീതിയിൽ എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. സൂപ്പറാണ്.